ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ലാപ്ടോപ്പിൽ ഹാർഡ് ഡിസ്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ ആദ്യം നമുക്ക് ഹാർഡ് ഡിസ്ക് വാങ്ങണം. അപ്പോൾ ഹാർഡ് ഡിസ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ മഞ്ചേരിയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ മഞ്ചേരി നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് മഞ്ചേരിയിലോട്ട്. അപ്പോൾ മഞ്ചേരിയിലോട്ട് പോയി അത് വാങ്ങിയിട്ട് വരാം. അപ്പോൾ അത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ വാങ്ങിക്കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇത് അൺബോക്സ് ചെയ്തുകൊണ്ട് വീഡിയോ തുടങ്ങാം അല്ലേ. അപ്പോൾ അതിനെ ആദ്യം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഹാർഡ് ഡിസ്ക്. സീഗേറ്റിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ് കേട്ടോ. 1 TB ഹാർഡ് ഡിസ്ക്കാണ്. ഇതിന് ഇവിടെ വില വരുന്നത് 4 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് ഇതിലെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം എല്ലാ ലാപ്പിലും അതിനായിട്ടൊരു പോർട്ട് ഉണ്ടാവും, ഇവിടെ ഒരു അടപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു അടപ്പ് ഊരിയാൽ തന്നെ നമുക്ക് കാണാം അവിടെ റാമും അതുപോലെ ഹാർഡ് ഡിസ്കും എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അവിടെ കാണാം. അപ്പോൾ ആദ്യം ഞാൻ അത് അയച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഊരി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാം, ഇവിടെ റാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഹാർഡ് ഡിസ്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ ഒരു കണക്ടറിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതുമത്തെ ഒരു കേസ് ഉണ്ട്. ആ കേസ് നമുക്ക് ഇതുമക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൽ 4 സ്ക്രൂകളുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് അയച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, 4 സ്ക്രൂവും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കേസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് ഡബ്ബറിൻ്റെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് സൂട്ടായി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഫിറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടപ്പൊന്ന് അടച്ചു വെക്കാം അല്ലേ. അപ്പോൾ ഇതിൽ ആദ്യം ഉപയോഗിച്ചൊരു സാംസങ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സീഗേറ്റ് ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമുക്ക് അതിലേക്ക് OS ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ OS ഇൻസ്റ്റാൾ ചെയ്യുന്നതും Windows 7 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നത് ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് Windows 10 ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.